കോർപ്പറേഷനിലേക്ക് മത്സരിക്കാനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടികയായി. അതിൽ കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സംവിധായകനായിട്ടുള്ള VM വിനുവാണ്. VM വിനു എന്ന പേര് വരുമ്പോൾ തന്നെ നമുക്കറിയാം, വേഷം, പെൺപട്ടണം തുടങ്ങി ബസ് കണ്ടക്ടർ തുടങ്ങി അനവധി സിനിമകളുടെ ഒരു ശേഖരം തന്നെ മലയാളികളുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ കല്ലായി ഡിവിഷനിൽ നിന്നാണ് VM വിനു മത്സരിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത് പ്രതീക്ഷയല്ല. ഇങ്ങനൊരു പൊളിറ്റിക്സിലേക്കുള്ളൊരു എൻട്രി എനിക്ക് പെട്ടെന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. പക്ഷേ എനിക്ക് എല്ലാം തീരുമാനിച്ച അവസ്ഥയിൽ കല്ലായി ഒരു ഡിവിഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു വാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്കൊരു ഒരു സന്തോഷം പകർന്ന് എൻ്റെ ജീവിതത്തിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും നടന്നിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കല്ലായി എന്ന് പറയുന്നത്. പിന്നെ കല്ലായി പുഴ എന്ന് പറയുന്നത് നമുക്കറിയാം, ചരിത്രത്തിൽ തന്നെ ഇടപെടിച്ചൊരു ഒരു സ്ഥലമാണ് കല്ലായി. മര വ്യവസായം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഇപ്പോൾ നമ്മൾ എല്ലാം നാമാവശേഷമായിട്ട് ഓരോ തീരങ്ങളും അതിൻ്റെ ഓരോ അതിർത്തികളും അപഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കല്ലായിപ്പുഴ ഒരു വറ്റി വരേണ്ട ഒരു ആത്മാവിനെ പോലെ കിടക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും ഞാൻ അവിടെയുള്ള പല പ്രക്ഷോഭങ്ങളിൽ ഞാൻ പങ്കെടുത്തവരാണ്. കല്ലായിപ്പുഴ സംരക്ഷണ സമിതിക്ക് ഒരുമിച്ച് തന്നെ എനിക്ക് അതിൽ അവിടെ കല്ലായി കിട്ടിയോണ്ട് തന്നെ ഞാൻ അന്ന് ആ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത വ്യക്തി എന്ന രീതിയിൽ എൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം കോർപ്പറേഷൻ ജനങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആദ്യം ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് കല്ലായിപ്പുഴയ്ക്ക് തന്നെയാണ്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റും കൂടെയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊക്കെയാണ്. അത് ആ സ്ഥാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിവരമൊന്നുമില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സേവനമാണ്. ആ ജനങ്ങളെ സേവിക്കാൻ ഒരു നിയോഗം ദൈവം എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്, കാരണം ജനങ്ങളെ കുറേ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത സംവിധായകനാണ് ഞാൻ. ഇനിയിപ്പോൾ ജനങ്ങളുടെ അവരുടെ കൂടെ എൻ്റെ കൂടെ നിന്നവരാണ് ഈ കോഴിക്കോട് ജനങ്ങൾ. പിന്നെ മാത്രമല്ല നാടിൻ്റെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും ഞാനൊരു കോഴിക്കോട്ടുകാരനാണ് പറയുമ്പോൾ അതിന് കിട്ടിയിരിക്കുന്ന ഒരു പ്രിഫറൻസ് എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. ഒരു സിനിമാക്കാരൻ സജീവമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് കരുതിക്കൂടെ? അങ്ങനെ കരുതണം. അങ്ങനെ കരുതാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഇതെല്ലാം എന്താ പറയുക, ഇതൊക്കെ താൽക്കാലികമായിരിക്കാം. കാരണം ഇതൊന്നും പറയാമല്ലോ, നമ്മുടെ ഇതൊന്ന് പ്രൊഡിഷനോ കാര്യം. ഞാനിത് കോഴിക്കോട് ഒന്ന് ഡെവലപ്പ് ചെയ്യണം, ഒന്ന് നല്ല രീതിയിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇതല്ല ഇങ്ങനെയല്ല കോഴിക്കോട് വേണ്ടിയത്, ഇതല്ല. അങ്ങനെ പറയുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് കാലമായിട്ട് CPM ഭരിക്കുന്ന CPMൻ്റെ ഒരു കുത്തക കോർപ്പറേഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ആ ഇത്തവണ ഒരു മാറ്റമായിരിക്കും, അട്ടിമറിയായിരിക്കും. അത് അല്ല, ഇത്തവണ ജനങ്ങളിലൊരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല ഫ്രണ്ട്സും കാര്യങ്ങളും അല്ലാത്തവരോട് സംസാരിക്കുന്നത് കോഴിക്കോടിനൊരു മാറ്റം ആവശ്യമാണെന്ന് അവർ പറയാറുണ്ട്. അതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആര് ഭരിച്ചു പോയി എന്നുള്ളത് എനിക്ക്, കാരണം ഞാനിപ്പോൾ ആദ്യമായിട്ട് വരികയാണ് ഇതിൽ. എനിക്ക് എൻ്റെ കോഴിക്കോടിനെ രക്ഷിക്കണം, എൻ്റെ കോഴിക്കോടിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണം, നല്ലൊരു വീക്ഷണവും അതുപോലെ തന്നെ വലിയ കാഴ്ചപ്പാട് എനിക്ക് കോഴിക്കോടിനെ കുറിച്ചുണ്ട്. അത് നടപ്പാക്കാൻ എൻ്റെ കൂടെ UDF ഭരണം കിട്ടിയാൽ തീർച്ചയായും നടപ്പാക്കി. ഓക്കെ, എന്തായാലും അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഇറക്കം എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കല്ലായിൽ നിന്നാണ് മത്സരിക്കുന്നത്. കല്ലായെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണത്. ഒരു അട്ടിമറി വിജയമൊക്കെ ഒരു പക്ഷേ ഉണ്ടായാൽ അദ്ദേഹം മേയർ ആയിരിക്കും എന്നുള്ളതാണ് കൗതുകം.